നോക്കാം കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ വനവിസ്തൃതിയിൽ 9ാം സ്ഥാനത്തെത്തി ഇന്ത്യ. 2015 മുതൽ 2025 വരെയുള്ള കാലയളവിൽ പ്രതിവർഷം 1.9 ലക്ഷം ഹെക്ടർ വനവിസ്തൃതി ഇന്ത്യ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി കേരളം. കേരളത്തിന്റെ ഈ നേട്ടം നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യത്തെ ആദ്യമായി തുടച്ചു നീക്കുന്ന പ്രദേശം എന്ന നിലയിലാണ് കേരളം ചർച്ചകളിൽ സജീവമാകുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40 എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റിന്റെ ട്രെയിനിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. 2 പേർക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഈ ഒരു ചെറിയ പ്ലെയിൻ IAF-ലെ പൈലറ്റ്സിന് ബേസിക് ഫ്ലൈയിങ്, ഇൻസ്ട്രുമെന്റൽ ഫ്ലൈയിങ്, നൈറ്റ് ഫ്ലൈയിങ് എന്നിവയിൽ ട്രെയിനിങ് നൽകാൻ ഉപകരിക്കും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായി കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റ് ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആചരിച്ചു വരുന്ന ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4 ഇത്തവണ തിരുവനന്തപുരത്ത് ആചരിക്കും. പ്രൗഢഗംഭീരമായി നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ നാവികസേനയുടെ കപ്പലുകൾ, നാവികസേനയുടെ പ്രത്യേക വിഭാഗങ്ങൾ എന്നിവ അണിനിരക്കും. ഫോളോ ഫോർ മോർ സച്ച് കോണ്ടന്റ്.